എല്ലാ ഔദ്യോഗിക വാണിജ്യ പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കുന്ന ഒരു രാഷ്ട്രം. ഒരു സമയം നിയമം നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിയമം 2025 സമയരീതികൾക്ക് നിയമപരമായ ചട്ടക്കൂട് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ഒരു രാഷ്ട്രം ഒരു സമയം രാജ്യത്തെ എല്ലാ സർക്കാർ പ്രവർത്തനങ്ങളും ഒരേ സ്റ്റാൻഡേർഡ് സമയത്തില് നടക്കണമെന്നാണ് ഒരു രാഷ്ട്രം ഒരു സമയം നിർദ്ദേശത്തില് വ്യക്തമാക്കുന്നത്. ഈ നിയമപ്രകാരം സർക്കാരിന്റെ അനുവാദമില്ലാതെ മറ്റ് സമയ റഫറൻസുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നു. നിയമത്തില് നിയമപരവും ഭരണപരവും വാണിജ്യപരവും ഔദ്യോഗികവുമായ രേഖകളും ഉൾപ്പെടുന്നു. സമയക്രമീകരണത്തിൽ ഏകീകരണം ഉറപ്പാക്കുക, സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യമെന്ന് ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ, പൊതുവിതരണ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഫരീദാബാദിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി NBL, ISRO എന്നിവരുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മില്ലിസെക്കൻഡിൽ നിന്ന് മൈക്രോസെക്കൻഡ് കൃത്യതയോടെ IST മാറ്റാനാണ് ലക്ഷ്യം. ഈ കൃത്യത കൈവരിക്കുന്നതിനായി ഇന്ത്യയിലുടനീളമുള്ള 5 ലീഗൽ മെട്രോളജി ലബോറട്ടറികളില് അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കും. എങ്ങനെ നടപ്പിലാക്കും? നിലവിലെ IST GPS ഉപഗ്രഹങ്ങൾ വഴിയാണ് നിർണയിക്കുന്നത്. കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമുമായി UATC ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. കുറച്ചു മാസങ്ങൾക്കുള്ളില് NBL നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ NAVIC സിസ്റ്റവുമായി ബന്ധിപ്പിക്കും. NAVIC സമയ ഡാറ്റ NBLന് കൈമാറും. ശേഷം ഇത് ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് വഴി മറ്റ് 4 കേന്ദ്രങ്ങളായ അഹമ്മദാബാദ്, ബംഗളൂരു, ഭുവനേശ്വർ, ഗുവാഹത്തി എന്നിവരുമായി പങ്കിടും. ഓരോ കേന്ദ്രത്തിനും ഒരു അറ്റോമിക് ക്ലോക്കും ഉണ്ടായിരിക്കും. ആറ്റം റെസൊണൻസ് ഫ്രീക്വൻസികൾ ഉപയോഗിച്ചാണ് അറ്റോമിക് ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. അസാധാരണ കൃത്യതയുള്ള ഈ ക്ലോക്കില് ഓരോ 100 ദശലക്ഷം വർഷത്തിലൊരിക്കലാണ് ഒരു സെക്കൻഡ് മാറുന്നത്. GPSുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്ന സേവനദാതാക്കൾക്ക് വിപരീതമായി ഡിജിറ്റൽ വാച്ചുകള്, സെൽഫോണുകള്, കമ്പ്യൂട്ടറുകള് എന്നിവയില് പ്രദർശിപ്പിക്കുന്ന സമയം അറ്റോമിക് ക്ലോക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഉറപ്പാക്കുകയാണ് അറ്റോമിക് ക്ലോക്കുകള് ചെയ്യുന്നത്. എന്തുകൊണ്ട് സമയത്തില് മാറ്റം വരണം? കാർഗിൽ യുദ്ധം ഒരു തദ്ദേശീയ സമയ സംവിധാനത്തിന്റെ അടിയന്തര ആവശ്യകത ഉയർത്തിക്കാട്ടിയിരുന്നു. വിദേശ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സമയ ഡാറ്റയെ ആശ്രയിച്ചതിനാല് ശത്രുസ്ഥാനങ്ങള് കൃത്യമായി ലക്ഷ്യമിടാനുള്ള ഇന്ത്യയുടെ ശേഷി തടസ്സപ്പെട്ടു. ഈ മേഖലയിലെ തന്ത്രപരമായ മൂല്യം മനസ്സിലാക്കിയ സർക്കാർ 7 വർഷം മുമ്പ് പദ്ധതി ആരംഭിക്കുകയായിരുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഉപഭോക്തൃകാര്യ സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. NBL, ISRO, IIT കാൺപൂർ, NIC, CRDIN, SEBI, റെയിൽവേ, ടെലികോം, ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയുൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികള് സമിതിയിൽ ഉൾപ്പെടുന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിയമം 2025ന്റെ കരട് പൊതുജനാഭിപ്രായത്തിനായി ജനുവരി 15 സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഫെബ്രുവരി 14 പ്രതികരണം നൽകണമെന്നാണ് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും നെറ്റ്വർക്ക് ടൈം പ്രോട്ടോക്കോള് NETP, പ്രിസിഷൻ ടൈം പ്രോട്ടോക്കോള് PETP പോലുള്ള സിങ്ക്രണൈസേഷൻ പ്രോട്ടോക്കോളുകള് സ്വീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന വ്യവസ്ഥകള്. സൈബർ ആക്രമണങ്ങളില് പ്രതിരോധശേഷി ഉറപ്പാക്കുന്നതിന് സൈബർ സുരക്ഷാ നടപടികളും ബദൽ റഫറൻസ് സംവിധാനങ്ങളും പദ്ധതി പ്രകാരം നടപ്പിലാക്കും. കംപ്ലയൻസ് ഓഡിറ്റുകള് നടപ്പിലാക്കി നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ ശാസ്ത്ര, ജ്യോതിശാസ്ത്ര, നാവിഗേഷൻ രംഗത്ത് ഇളവുകൾ അനുവദിക്കും. രാജ്യത്തിനുണ്ടാകുന്ന നേട്ടം ഏകീകൃതവും കൃത്യവുമായ സമയപരിപാലന ചട്ടക്കൂട് രൂപീകരിച്ച് ഇന്ത്യയിലെ സമയ ക്രമീകരണത്തില് വിപ്ലവം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ കൃത്യമായ സാമ്പത്തിക ഇടപാടുകള്, അടിയന്തര പ്രതികരണ ഏകോപനം, പൊതുഗതാഗതത്തിന്റെ ഷെഡ്യൂളിംഗ് എന്നിവ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. നിലവിലെ പല ടെലികോം സേവനദാതാക്കളും ഇന്റർനെറ്റ് സേവനദാതാക്കളും ISTക്ക് പകരം GPS പോലുള്ള വിദേശ സമയ സ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത് സൈബർ സുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ വിശ്വാസ്യതയ്ക്കും അപകട സാധ്യതകള് സൃഷ്ടിക്കുന്നു.
ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ആശയവിനിമയ ശൃംഖലകളുടെയും സമന്വയം ഉപഭോക്തൃ സേവനങ്ങളും പ്രവർത്തന കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുകയും കൂടുതൽ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കൂടാതെ സമയത്തിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാകുന്നതിലൂടെ നിയമപരമായ കാര്യങ്ങൾ സുഗമമാക്കുകയും വ്യാവസായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു.